ഈ സീസണിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ലൊരു കോംബോ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കണ്ണു അടച്ചു പറയും ഷാനവാസും അനീഷും തമ്മിലുള്ള കോംബോ. എന്ത് രസമാണ് അത്! ഗംഭീരം എന്നല്ലാതൊന്നും പറയാനില്ല, അടിപൊളി. അനീഷ് ആരോടെങ്കിലും ഇച്ചിരി ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഷാനവാസിനോടാ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ നോമിനേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നോമിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര നോമിനേഷൻ. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചിരുന്ന് കണ്ടു, അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ നേരെ വന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ കണ്ടു നിർത്തിയത് നമ്മുടെ ഒനീലെ നോമിനേറ്റ് ചെയ്യുന്നതാണ്. ഒരു രക്ഷയില്ല കേട്ടോ, കറക്റ്റ് ആയിട്ട് പോയിന്റ് പറഞ്ഞ് ഒനീല് നോമിനേറ്റ് ചെയ്യുന്നു. ഇത്രയും എനിക്ക് തോന്നുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും ഒനീലൊക്കെ ബെറ്ററായി വന്നുകൊണ്ടിരിക്കും. ഈ അനാവശ്യമായിട്ട് അവിടെ എവിടെ കയറി വഴക്ക് പരിപാടി അങ്ങനെയുള്ള ഒരു ഗെയിം കോണ്ടന്റ് ഒന്നും ഒനീല് തരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒനീലിന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒനീൽ സംസാരിക്കുന്നതൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ അതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ഞാൻ തുടങ്ങിയത് നമ്മുടെ അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു കോംബോ ഗംഭീരമായിട്ടുണ്ട്. രണ്ടുപേരും കൂടെ അടുത്തടുത്തിരുന്ന് സംസാരിക്കുകയാണ്. ഷാനവാസ് ആണെങ്കിൽ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക അനീഷിനാണെങ്കിൽ അത് അറിയാം. അനീഷ് പറയുന്നുണ്ട്, എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ കുഞ്ഞിലേ തൊട്ട് എന്നെ കാണുന്നവരാണ്, അവർക്ക് എന്നെ അറിയാം, ഞാൻ എന്താണെന്നൊക്കെ അവർക്കറിയാം. ഉടനെ ഷാനവാസ് പറയുന്നു, അവർക്കൊക്കെ ഷോക്കായിരിക്കും നിന്റെ ഈ സ്വഭാവം കണ്ടിട്ട് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും നിന്നെ ഞങ്ങൾ മൂലക്ക് ഇരുത്തിയില്ലേ, നിന്റെ കണ്ടന്റ് ഒക്കെ തീർന്നില്ലേ, നിന്നെ ഞാൻ ഇവിടെ ഇരുത്തിയില്ലേ, തീർന്നില്ലേ അനീഷ എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അനീഷ് പറയുന്നു, ഷാനവാസേ ഞാൻ കൂളാണ്, എനിക്ക് കൂളായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം, നിങ്ങളാണ് ചൊറിഞ്ഞ് ഞാൻ കിടന്ന് മറ്റേ ഒച്ച വെച്ച് ചാടി കളിച്ച് നിൽക്കുന്നത്, എനിക്ക് ഇതാണ് ഇഷ്ടം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നു, നിന്റെ വിക്ടിം കളി നിർത്തിക്കോ, നിന്റെ വിക്ടിം കാർഡ് ഇറക്കിയുള്ള കളി അത് ഞാൻ പൂട്ടിച്ചു, ഒറ്റപ്പെടൽ സാധനം. ഞാൻ എന്ത് ഒറ്റപ്പെടലാണ് ഷാനവാസെ, എനിക്ക് എല്ലാവരും ഇല്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ലൈക്ക് അവരങ്ങനെ ഇരുന്നാലും അവർ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതും നല്ല രസകരമായിട്ടുള്ള കോണ്ടന്റ് ഒക്കെ കേട്ടോ. ഇന്ന് എനിക്ക് ഇത്രയും നേരം കണ്ടതിനകത്ത് ഇത്തിരി ചിരിക്കാൻ തോന്നിയത് അവരുടെ പരിപാടിയാണ്, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നുണ്ട്, നിനക്ക് എന്നോടൊരു സ്പെഷ്യൽ ഇഷ്ടമില്ല അനീഷ്. ഷാനവാസ് പറഞ്ഞ, അനീഷ് എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഇല്ല, ഒരു സ്പെഷ്യലും ഇല്ല, ഒരു ഇഷ്ടവും ഇല്ല നിന്നോടൊന്നുമില്ല, പക്ഷെ എനിക്കറിയാം നിനക്ക് എന്നെ സ്പെഷ്യൽ ഇഷ്ടമാണ്, എനിക്ക് നീ മരുന്നെടുത്തോണ്ട് തരുന്നു. ഉടനെ അനീഷ് പറയുന്നു, ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. അതെ, നീ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, പക്ഷെ നീ എന്നെ വിളിക്കുമ്പം ഒരു സ്നേഹത്തോടുള്ള ഒരു വിളി അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അനീഷ എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, ഇവർ തമ്മിലൊരു ഇഷ്ടമുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അനീഷ് ആരെ അടുപ്പിക്കത്തില്ല, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാലും ഷാനവാസിനെ ചെറിയ രീതിയിലൊരു എവിടെയോ മനസ്സിലൊരു ഇഷ്ടം അനീഷിന് തോന്നിയിട്ടുണ്ട്. കാരണം അനീഷ് അറിയാതെയൊക്കെ ഷാനവാസിന്റെ കൈയെ കൊള്ളുന്നു, മാന്തി പറിക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചപ്പോഴൊക്കെ ഷാനവാസ് ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലുമൊക്കെ ഒച്ച ഉണ്ടാക്കിയാലും വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഷാനവാസ് തീർത്തേനെ. പക്ഷെ അനീഷ് ആയതുകൊണ്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വിടുന്നുണ്ട്. അപ്പൊ അനീഷ് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. കൂടാതെ എന്തോ ഇവർ തമ്മിൽ അനീഷിനെ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചൊറിയുമെങ്കിലും മോശമായിട്ട് അനീഷിനെ ഒരു പരിധിയിൽ കൂടുതൽ വേറെ പല ആൾക്കാരെയും പലതും പറയാറുണ്ടല്ലോ, പക്ഷെ അതുപോലൊന്നും ഒരിക്കലും ഷാനവാസ് അനീഷിനെ പറഞ്ഞിട്ടില്ല, എന്തൊക്കെ ചൊറിച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിലും. പിന്നെ അനീഷിനെ ഫാമിലിപരമായിട്ട് കുത്തുവോ അങ്ങനെ ഒന്നും, ആദ്യം തൊട്ടേ ഉള്ള ആളാണ് ഈ അനീഷും ഷാനവാസും ഒക്കെ. അനീഷിന്റെ പല ചൊറിച്ചിലും കണ്ട ഒരാളാണ് ഷാനവാസ്. എന്നിട്ട് പോലും പുള്ളിയുടെ ഫാമിലി, പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും വെച്ച് ഒരിക്കലും ഷാനവാസ് അങ്ങനെ ഒരു കുത്തല് അനീഷിന്റെ അടുക്ക് ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ ഇടയ്ക്കോട്ട് ഇവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് എണീറ്റ് പോകാനൊക്കെ നോക്കുന്നുണ്ട്. ഷാനവാസ് വിടുന്നില്ല, കാല് വെച്ചിങ്ങനെ പിടിച്ചിരുത്തുന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര ചിരിയും കളിയൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നൂറ വന്ന് കയറുന്നുണ്ട്. അപ്പൊ നൂറയോട് അനീഷ് ചോദിക്കുന്നു, നൂറെ നിന്നെ ഞാൻ നൂറെ എന്നല്ല വിളിക്കുന്നത്, നിനക്കും ഞാൻ മരുന്ന് കൊണ്ട് തരാറുണ്ട്, സുംബ്രൂട്ടൻ അല്ല, എന്തായിരുന്നു സുപ്രൂട്ടൻ അങ്ങനെ ഒരു പേരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എന്തായാലും അനീഷിന് നൂറൊക്കെ ഇട്ട് കൊടുത്ത പേര്. പക്ഷെ ആ പേരിന്റെ പേരിൽ കുറച്ച് കഴിയുമ്പോൾ അടിയാവുന്നുണ്ട്. അനീഷിന് ഒന്നാമത് ഇപ്പം ഈ ഷാനവാസ് പറഞ്ഞ കണക്ക് ഗംഭീരമായിട്ടുള്ള കണ്ടന്റുകളൊന്നും ഇല്ല. പക്ഷെ അനീഷ് അത് കണ്ടന്റ് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് മറ്റേ വഴക്കുണ്ടാക്കാനൊന്നും അങ്ങനെ പോകാറില്ല. പക്ഷെ ഇന്ന് അനീഷിന് ആവശ്യത്തിന് കണ്ടന്റ് വേണമെന്ന് തോന്നി, അതിനുള്ള കണ്ടന്റ് അനീഷ് ഉണ്ടാക്കുകയും ചെയ്തു. ഈ സുംബ്രൂട്ടൻ വിളി ഇടയ്ക്കൊന്ന് നോറയായിട്ട് കയറി അങ്ങ് ഉടക്കി. പക്ഷെ നൂറ പറയുന്നുണ്ട്, ഞാൻ ഇനിയും വിളിക്കും, ഞാൻ തെറിയൊന്നും വിളിച്ചില്ലല്ലോ, ഞാൻ സുംബ്രൂട്ടൻ എന്നല്ലേ വിളിച്ചുള്ളൂ. സത്യം പറഞ്ഞ ആ ഒരു വിളി കേൾക്കാനായിട്ട് നമുക്കൊരു രസമുണ്ട്. പക്ഷെ അനീഷും അങ്ങനെ ട്രിഗർ ഒന്നും ആവുന്നില്ല. പക്ഷെ ഇടയ്ക്കൊന്ന് കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചൊറിഞ്ഞു വിടുന്നുണ്ട്. കുറച്ച് മുമ്പ് അത് കണ്ടു. അപ്പം നൂറ വന്നപ്പോഴത്തേക്ക് നൂറയോട്, നിങ്ങൾക്ക് ഞാൻ മരുന്നൊക്കെ കൊണ്ട് തരാറില്ലേ? തരാറുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നത് അതൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ നിനക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്, ഒരു പ്രത്യേക വിളിയുണ്ട്, ഷാനുക്കാന്നൊരു വിളിയുണ്ടെന്നൊക്കെ ഷാനവാസ് പറയുന്നത് കേട്ടു. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ആ ഒരു കോംബോ കേട്ടോ. നല്ല മുന്നോട്ട് പോകുമ്പോഴത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോമഡിയും വേണ്ടേ അനീഷിന്റെ ഭാഗത്തു നിന്നൊക്കെ, അതെന്തായാലും അവിടുന്ന് കിട്ടും. അപ്പൊ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോഴാണ് മറ്റേ അനീഷ് നൂറ മറ്റേ ചൊറിച്ചിൽ നടക്കുന്നത്, സുംബ്രൂട്ടൻ വിളിയുടെ. എന്നെ വിളിക്കാൻ പറ്റത്തില്ല,
ചുമ്മാ കയറി അങ്ങനെ വിളിക്കരുത്. അപ്പം പറയുന്നുണ്ട് നീ എന്തൊക്കെ വിളിക്കാറുണ്ട്, അല്ല നീ എന്നല്ല അനീഷേട്ടൻ എന്തൊക്കെ വിളിക്കാറുണ്ട്, സുംബ്രൂട്ടൻ വിളിക്കാറുണ്ടല്ലോ, പലതും വിളിക്കാറുണ്ടല്ലോ, മരമണ്ടൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനൊന്നും വിളിച്ചില്ലല്ലോ, ഇതല്ലേ വിളിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നൂറെ അവിടെ കിടന്ന് ചൊറിയുന്നുണ്ട്. പിന്നെ ആദിലയുടെ പക്ഷെ ചൊറിച്ചിൽ എന്തോ അത് മാത്രമാണ് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്കും തോന്നാറുണ്ട്. നൂറ വിളിക്കുമ്പോൾ ഓക്കെ ആണ്, ആദിലയുടെ എന്തോ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ വിളിക്കുന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നൂറ വിളിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. എന്റെ മാത്രം ഫീൽ ആയിരിക്കും ചിലപ്പോൾ. അത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും മറക്കല്ലേ. പിന്നെ ഹൈപ്പ് വീഡിയോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം, മറക്കരുത് പ്ലീസ്. അപ്പോൾ നമുക്ക് നോമിനേഷനിലേക്ക് വരാം. നോമിനേഷൻ ഗംഭീരമായിട്ട് നടക്കുകയാണ്. നമ്മുടെ നൂറയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ ഇത് ചെയ്യാലോ, നോമിനേറ്റ് ചെയ്യാലോ. അങ്ങനെ നൂറ നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയാണ്. ആര്യനെ അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അപ്പം അവിടെ നിന്നോണ്ട് തന്നെ എല്ലാവരുടെ ഫ്രണ്ടിൽ നിന്നാണ് നൂറ നോമിനേറ്റ് ചെയ്യുന്നത്. നൂറ ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ ആര്യനെയാണ് എന്ന് പറഞ്ഞിട്ട് റീസണും പറയുന്നുണ്ട്. ഞാനപ്പോൾ ആലോചിച്ചു ബിഗ് ബോസ് എന്താ നൂറയും കൂടെ അകത്തോട്ട് വിളിക്കാൻ. കാരണം നൂറ കഴിഞ്ഞ് ബാക്കി ഓരോ കണ്ടസ്റ്റന്റ് പോയത് എല്ലാവരും വൈൽഡ് കാർഡ്സ് പോകുന്നുണ്ട്, അവരെല്ലാം അകത്ത് പോയിരുന്നിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്ന ആരെയാന്ന് പറയുന്നത്. പക്ഷെ നൂറ മാത്രം പുറത്ത് നിന്നാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു വഴക്ക്. ഇഷ്ടപ്പെട്ടില്ല ആര്യൻ ചൊറിയുന്നുണ്ട്. കാരണം നൂറ പറഞ്ഞ റീസൺസ് ഇൻഡിവിജ്വൽ ഗെയിം ഇല്ല, ജിസൈലിന്റെ പിടിച്ചോണ്ടുള്ള ഗെയിം അത്രേ ഉള്ളൂ എന്നൊക്കെ നൈസായിട്ട് പറയുന്നുണ്ട്. അത് ആര്യന് പിടിച്ചില്ല, അതിന്റെ പേര് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് ആണ് തൊട്ടടുത്തിരിക്കുന്ന ആര്യൻ ഷാനവാസിനോട് പറയുന്നു അവൾ പറഞ്ഞ റീസൺ ശരിയായില്ല, മണ്ടത്തരമാണ് അവള് പറഞ്ഞത് എന്നൊക്കെ ആര്യൻ പറയുന്നു. അല്ല അവള് പറഞ്ഞത് മണ്ടത്തരമാണോ അല്ലയോ എന്ന് ആര്യൻ എന്താ ഇത്ര ഉറപ്പ്? ആര്യനെ പറ്റിയിട്ടല്ലേ പറഞ്ഞു, ആര്യനെ പറ്റിയിട്ട് വേറൊരാൾ പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ. അല്ലാതെ നിന്നെ പറ്റി നീ മാത്രം പറയുന്നതാണ് ശരിയെന്നും പറഞ്ഞിട്ടുള്ള ഇവന്റെ ഈ മൈൻഡ് അത്ര നല്ലൊരു കാര്യമല്ല. പിന്നെ ആരും പറയുന്നുണ്ട്, പിന്നെ വഴക്കായി ഇവർ തമ്മിൽ ഒരു ചെറിയ വഴക്ക് വന്നപ്പോഴത്തേക്ക് നൂറ പറയുന്നുണ്ട് അവിടെ ഇരുന്ന് ലിവിങ് ഏരിയ തന്നെ ഇരുന്നിട്ടാണ് നോമിനേഷനകത്ത് നടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് പറയുന്നത് ലാലേട്ടൻ വന്നപ്പോൾ പോലും നിന്റെ മറ്റേ ചൊറിഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഏത് മറ്റേ കുളിക്കുമ്പോ വെക്കണോ മറ്റേ തൊപ്പി, മറ്റേ നനയ്ക്കുമ്പോ വെക്കണോ, അപ്പിയിടുമ്പോ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇവന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ അത് ലാലേട്ടന്റെ അടുക്ക് വരെ ഇവൻ കാണിച്ചപ്പോഴത്തേക്ക് അത് നൂറ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒരുത്തനാ, അതുകൊണ്ട് തന്നെ നിനക്കിട്ട് തന്നേന്നുള്ള സാധനം പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് ആര്യൻ അതൊക്കെ എന്റെ ഗെയിമാ, ലാലേട്ടൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ ഗെയിമാണ് എന്ന് ഇവന്റെ വായിൽ നിന്ന് വീഴുന്നത് ഞാൻ കേട്ടു. അപ്പോ സത്യം പറഞ്ഞാൽ ചിലപ്പോ ഇവൻ ഗെയിമായിട്ട് അന്ന് ചെയ്തതായിരിക്കാം. ഇപ്പം ഇവന്റെ വായിൽ നിന്ന് തന്നെ വീണുണ്ട്. ആ ഗെയിം എന്തായാലും ഒരാൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടാനുള്ള കല്ലറി കിട്ടുക തന്നെ ചെയ്യും, അത് ഉറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യും. എന്തൊക്കെ ഇവന് അതിനകത്ത് കിടന്ന് കുത്തിക്കിടന്ന് പറഞ്ഞ് ഗെയിം കളിച്ചെന്ന് പറഞ്ഞാലും കാരണം ആർക്കും അത് യോജിക്കാൻ പറ്റത്തില്ല. അതിപ്പോ പറയുന്നു അവൻ ഗെയിമാണെന്ന്. ഗെയിം അല്ല എന്തും ആയിക്കോട്ടെ, അവൻ എന്നാ ചോദിച്ചത് അത് ഒരാളെ പേഴ്സണലി പ്രത്യേകിച്ച് ലാലേട്ടനെ പോലുള്ള ഒരു ഹോസ്റ്റിനെ ചൊറിഞ്ഞതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഇനി അവർ ഉരുളേണ്ട കാര്യമില്ല. പിന്നെ ഓരോരുത്തരായിട്ട് അകത്തോട്ട് പോകുന്നുണ്ട്, നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആര്യൻ അകത്ത് പോയിട്ട് നോമിനേറ്റ് ചെയ്യുന്ന അനുമോളയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവൾ വന്നപ്പോൾ തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ട് നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നൊക്കെ ആര്യം പറയുന്നത് കേട്ടു. ഈ ആര്യം പിന്നെന്താണ് സ്പ്രെഡ് ചെയ്യുന്നത്, പോസിറ്റിവിറ്റിയോ? ലാലേട്ടൻ തന്നെ അവനെ പിടിച്ച് കുടഞ്ഞ് എന്റെ പൊന്നും മോനെ നീ നെഗറ്റീവ് അല്ലാതെ വേറെന്തെങ്കിലും ഒന്ന് പറയടാ എന്ന് ലാലേട്ടൻ പോലും അവനോട് ചോദിച്ചതാ. അവനാണ് വന്നിട്ട് അകത്ത് ബിഗ് ബോസിന്റെ ഇടയ്ക്ക് കയറി മറ്റേ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് നെഗറ്റിവിറ്റിയാ, അവള് വന്നപ്പോൾ തൊട്ട് നെഗറ്റിവിറ്റിയാ സ്പ്രെഡ് ചെയ്യുന്നത്. ഏത്? അപ്പൊ എന്താണെങ്കിലും ആര്യൻ അത് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒനിയിൽ ഒന്നും പറയാനില്ല കേട്ടോ. ഒനിയിൽ കയറി കുറച്ച് സമയം ഞാൻ കണ്ടോടം വരെ തീർന്നിട്ടില്ല, ഞാൻ കണ്ടു തീർന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ കണ്ടോണ്ടിരുന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാനിരിക്കുമ്പോഴത്തേക്ക് തീർന്നിട്ടില്ല നോമിനേഷൻ ആ ഒരു പ്രോസസ്സ്. അപ്പൊ ഞാൻ ഒനിയിലിന്റെ കണ്ട് തീരുമ്പോൾ ഒനിയിലാണ് ഏറ്റവും കൂടുതൽ അത്ര നേരം സംസാരിച്ചത് ഇത്രയും കണ്ടപ്പോഴത്തേക്ക്. കാരണം ഒനിയിൽ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോ പോയിന്റും എടുത്ത് പറയുന്നുണ്ട്. ബിന്നിയാണ് ഫസ്റ്റ് പറഞ്ഞത്, ബിന്നിയെ മാതിലയാണ് പറഞ്ഞത്. ബിന്നിയെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല ഇപ്പൊ ബിന്നിക്ക്. അവള് ചുമ്മാ കിടന്നോട്ട് മറ്റേ ചിയർ ഗേൾ ആണ് അവള്, പിന്നെ കുത്തിത്തിരിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പൊ ഗെയിം ഒന്നും ഇല്ല എന്ന് വളരെ ഓപ്പൺ ആയിട്ട് ഒനിയിൽ പറയുന്നുണ്ട്. ഒനിയിൽ പറഞ്ഞ കറക്റ്റാ, പ്രത്യേകിച്ച് ഗെയിം ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടല്ലോ ഒരു കാര്യവും ഇല്ലാതെ ചുമ്മാ പോയി ചൊറിയാനൊക്കെ നിൽക്കുന്നു. എന്നിട്ട് ചുമ്മാ അവള് തന്നെ പണി മേടിക്കുന്നു, എല്ലാവരും അടിച്ചു മറ്റേ അടപ്പിച്ചവളുടെ ആ ഒരു മോഡായി. പിന്നെ ആതിരയുടെ പേരാണ് നമ്മുടെ പറയുന്നത് ഒനിയിൽ. ആതിരയുടെ പേര് പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞത് കഴിഞ്ഞപ്പോൾ മറ്റേ ഇന്നലെ അനുമോളുടെ കേസാണ് മെയിനായിട്ട് ഒനിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നത്. അതായത് അനുമോളെ ലാലേട്ടൻ നല്ല രീതിയിൽ ഫയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ അതിൽ ആ പ്ലേറ്റ് അങ്ങ് മാറി നേരെ അനുമോൾക്കെതിരെ തിരിഞ്ഞു. അത്രയും നേരം അനുമോളെ ചെറിയ രീതിയിലെങ്കിലും അനുമോളുടെ അടുക്ക പോകും. ഇപ്പറയും ആ ഒരു മൂഡിൽ നിന്നവള് പെട്ടെന്ന് അവക്കിനി അടുത്ത പണി കിട്ടുമെന്ന് മനസ്സിലായ ഉടനെ അവള് അനുമോൾക്കെതിരെ നിന്നൊരുത്തിയാണ് ആദില എന്നൊക്കെ നൈസായിട്ട്. പക്ഷെ നൂറ അങ്ങനല്ല കേട്ടോ. നൂറയ്ക്ക് ഞാൻ ഇന്ന് രാവിലത്തെ ഒരു ലൈവിന്റെ അപ്ഡേറ്റിലും പറയും, നൂറയ്ക്ക് പറഞ്ഞതാണ് നൂറയ്ക്ക് ഗെയിം കളിക്കാൻ അറിയാം, പ്രോപ്പറായിട്ട് അറിയാം. ഇന്ന് രാവിലെയൊക്കെ ഞാൻ കണ്ടൊരു കാര്യമാണ്, നൂറയാണ് പലതും ആദിലയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ആദിലയ്ക്കല്ലാതെ പ്രത്യേകിച്ച് തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാധനം ഇല്ല. എൻ്റെ ഒരു മൈൻഡിൽ ഇപ്പോൾ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അധികം വൈകാതെ ആദിലേയും കൂടെ അങ്ങ് പുറത്തു പോകണം. നൂറ ഒറ്റയ്ക്ക് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നൂറയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റും. നൂറ ഓരോന്ന് ചിന്തിച്ചായിട്ടാണ് മൂവ് എടുക്കുന്നത്. ഓരോ മൂവ് എടുക്കുമ്പോഴും അവൾ ചിന്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ. പൊണീർ അത് പറയുന്നുണ്ട്. നൂറെ എനിക്ക് പറയാൻ പറ്റത്തില്ല, അവൾ ഇതായി പോയി, പക്ഷെ ആദിലയ്ക്ക് ഞാനത് കൊടുക്കുന്നു, കാരണം അവരുടെ ആ ഗെയിം ശരിയായില്ല എന്നുള്ളൊരു കാര്യം. കാരണം ഇവിടെ അവിടെ അനുമോളുടെ അടുക്ക പോയി സംസാരിക്കും, ഇപ്പറേ വന്ന് സംസാരിക്കും, അങ്ങനെ ഒരു സാധനം ഇവർ ഇടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു. ഏത് ശൈത്യ ലാസ്റ്റ് പുറകെ നൂറ്റി ആ ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ ഒരു സാധനം ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നൂറ പുറകിൽ നിന്ന് കുത്തിയിട്ടില്ല. ആദില ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അനുമോളുടെ മുഖത്ത് നോക്കി കാര്യം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എവിടെയോ എന്തൊക്കെയോ ഒരു പോരായ്മ ആദിലൊക്കെ ഉണ്ട്. ഇന്ന് രാവിലത്തേനകത്തുനിന്ന് തന്നെ നോക്കിയാൽ മതി. രാവിലത്തെ ലൈവിൽ കണ്ടതാണ്. നൂറയാണ് കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞല്ലോ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണ് ഗെയിം, എന്താണ് ഗെയിം, ഇനി എന്ത് ചെയ്യണം, വായിന്ന് വീഴുന്നത് കൺട്രോൾ ചെയ്യണം, ആവശ്യമില്ലാതെ ഒന്നും പറയരുത്, എല്ലാവരോടും സ്നേഹം വേണം, ഇതൊക്കെ നൂറ പറഞ്ഞു കൊടുക്കുകയാണ് അതിലേക്ക്. രണ്ടുപേരും ഇപ്പൊ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണ്, എന്നിട്ട് പോലും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ പിന്നെ നൂറ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കേണ്ടതല്ലേ നല്ലത്? എന്തിനാ അതിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അതിലെ പുറത്തു വന്നിരുന്ന് ഗെയിം കാണട്ടെ. നൂറ കപ്പും കൊണ്ട് വരുമോ, അല്ലെങ്കിൽ ഒരു ഫൈനൽ 5 എത്താനുള്ളൊരു സാധനം നൂറൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല, ഉണ്ട്. ഞാൻ വളരെ വിരളമായിട്ട് 1-2 പേരുടെ കാര്യമേ പറഞ്ഞുള്ളൂ ഫൈനൽ 5 എത്താൻ ചാൻസസ് ഉണ്ടെന്ന്. അതുപോലെ ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് നൂറ എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഗെയിമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇനി നോമിനേഷൻ എന്തൊക്കെയായെന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.